ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മാജിക് റെസിപ്പീസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്വീറ്റാണ്, ഒരു സേമിയ പായസം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ്. ഇവിടെ റോസ്റ്റ് ചെയ്ത സേമിയാണ് ഞാൻ അതിനു വേണ്ടി എടുത്തു വെച്ചിരിക്കുന്നത്. പഞ്ചസാര എടുത്തിട്ടുണ്ട് 1 കപ്പ്, കശുവണ്ടി 1 പിടി, മുന്തിരി കിസ്മിസ് 1 പിടി, മിൽക്ക് മെയ്ഡ്, ഫ്രഷ് മിൽക്ക്. ഇത്രയാണ് നമുക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ്. ആദ്യം തന്നെ നമുക്കൊരു പാത്രം നല്ലപോലെ അടുപ്പത്ത് വെച്ച് ചൂടാക്കാം. പാത്രം ചൂടായ ശേഷം അതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ നമുക്ക് നല്ല നെയ്യ് ഇട്ട് കൊടുക്കാം. നെയ്യ് നന്നായിട്ട് ഉരുക്കി വരട്ടെ. നെയ്യ് നല്ലപോലെ ഉരുക്കി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന സേമിയ ഇട്ട് കൊടുക്കാം. സേമിയ ഓൾറെഡി റോസ്റ്റഡ് ആണ്, അപ്പോൾ അതുകൊണ്ട് നമുക്ക് വീണ്ടും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒന്ന് ഈ ഓയിലിലേക്ക് ഇട്ടിട്ട്, നല്ല നെയ്യിലേക്ക് ഇട്ടിട്ട് ഒന്ന് വാട്ടിയാൽ മാത്രം മതി. ഒന്ന് പൊടിച്ച ശേഷം നമുക്ക് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഒടിച്ചാൽ മതി. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ചേർക്കാം. ആ നല്ല നെയ്യിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ചേർന്ന് വന്നാൽ മാത്രം മതി. നമുക്ക് വാട്ടിയെടുക്കേണ്ട അളവ് മാത്രം നോക്കിയാൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് പാലൊഴിച്ചു കൊടുക്കാം. 1/2 ലിറ്റർ പാലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പാല് ചൂടായി വരുന്നതനുസരിച്ച് സേമിയ പതുക്കെ അതിലേക്ക് ഇങ്ങനെ ചേർന്ന് പിടിച്ചോളും. കണ്ടോ, പാലൊന്ന് ചൂടായി വരുമ്പോഴേക്കും സേമിയയിലേക്ക് ചേർന്ന് പിടിച്ചു. പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പാല് നല്ലപോലെ ഒന്ന് തിളച്ച് വരേണ്ടതുണ്ട്. നമുക്ക് കുറച്ച് പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. പാലിൻ്റെ അളവ് നോക്കിയിട്ടാണ് വീണ്ടും നമ്മൾ പാല് ചേർക്കേണ്ടത്. കാരണം കുറച്ച് കട്ടിയായി പോകുമെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് പാലിൻ്റെ അളവ് കുറച്ചുകൂടെ ഒന്ന് കൂട്ടിക്കൊടുക്കാം. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ അളവിൽ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം. മിൽക്ക് മെയ്ഡ് ഇല്ലാതെയും നമുക്ക് സേമിയ പായസം ഉണ്ടാക്കാം. മിൽക്ക് മെയ്ഡ് ഒഴിച്ചിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒരു സ്വാദ് നമുക്ക് നന്നായിട്ട് ആ ടേസ്റ്റിൽ നമുക്ക് അറിയാൻ പറ്റും. അതുകൊണ്ടാണ് മിൽക്ക് മെയ്ഡ് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ അളവിൽ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് ചേർത്ത ശേഷം നമുക്ക് നന്നായി ഒന്ന് തിളപ്പിക്കാം. പാല് നന്നായിട്ട് തിളച്ച് വരട്ടെ. അതോടൊപ്പം തന്നെ ഈ സേമിയയും നന്നായി വെന്ത് കിട്ടും. കണ്ടോ, നല്ലപോലെ സേമിയ വെന്ത് വന്നിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് ചേർത്തുകൊണ്ട് തന്നെ നല്ല ഫ്ലെയിമിൽ നമുക്ക് തിളപ്പിച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് കൊണ്ട് വളരെ ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഈസിയാണ്. ബാച്ചിലേഴ്സിനൊക്കെ വളരെ പെട്ടെന്ന് ഒരു സ്വീറ്റ് ഉണ്ടാക്കാനായിട്ടൊരു സേമിയ പായസം ഉണ്ടാക്കാൻ പറ്റും. ഇനി നമുക്ക് ഷുഗർ ചേർത്ത് കൊടുക്കാം. സ്വീറ്റ്നെസ് നോക്കിയിട്ട്, മധുരത്തിൻ്റെ അളവ് നോക്കിയിട്ട് മാത്രം നമുക്ക് ഷുഗർ ചേർത്താൽ മതി. മിൽക്ക് മെയ്ഡിൽ അത്യാവശ്യം നല്ല മധുരം നമുക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പഞ്ചസാര ചേർക്കുന്ന സമയത്ത് അതിൻ്റെ അളവൊന്ന് കുറച്ച് ചേർത്താൽ മതിയാകും. മധുരം അധികം ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ചധികം പഞ്ചസാര ചേർത്തു, അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു എന്ന് വെച്ചിട്ട് കുഴപ്പമില്ല. നോക്കൂ, ഇപ്പോൾ നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട് നമ്മുടെ പായസം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നമുക്കിനി അടുപ്പ് ഓഫ് ചെയ്തേക്കാം. ഇനി ഈ സമയത്ത് ഇതിലേക്ക് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഏലക്ക പൊടിച്ചത് ചേർത്തിട്ടില്ല, കാരണം വീട്ടിൽ ഏലക്ക പൊടിച്ചത് അങ്ങനെ ഇഷ്ടമല്ല എല്ലാവർക്കും. അതിൻ്റെ ഒരു സ്വാദ് ഇഷ്ടമല്ല. അതുകൊണ്ടിട്ടാണ് നമുക്ക് ഈ സമയത്ത് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം മറ്റൊരു വറവ് പാത്രത്തിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ അളവിൽ നെയ്യ് ഇട്ട് കൊടുക്കാം. നല്ല നെയ്യാണ്, 6 kg ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നെയ്യ് നല്ലപോലെ ചൂടായ ശേഷം അതിലേക്ക് കശുവണ്ടി മുന്തിരി നമുക്കൊന്ന് വറുത്ത് ഇട്ട് കൊടുക്കേണ്ടതുണ്ട് പായസത്തിലേക്ക്. ആദ്യം നമുക്ക് കശുവണ്ടി വറുത്തെടുക്കാം. നല്ല ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴേക്കും നമുക്ക് കശുവണ്ടി വറുത്തത് എണ്ണയിൽ നിന്ന് ഊറ്റിയെടുക്കാം. കണ്ടോ, ഏകദേശമൊക്കെ ഒരു റോസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് പായസത്തിലേക്ക് ഇട്ട് കൊടുക്കാം.
കശുവണ്ടി മാത്രം എടുത്തിട്ട് ഇട്ട് കൊടുക്കുക. കശുവണ്ടിയും മുന്തിരിയും കൂടി ഒരുമിച്ചിട്ട് നമുക്ക് റോസ്റ്റ് ചെയ്ത് എടുക്കാം. പക്ഷേ എപ്പോഴും കശുവണ്ടിക്ക് കുറച്ച് ഒരു മൂപ്പ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം ഇത് രണ്ടും കൂടി ഒരുമിച്ചിട്ട് കശുവണ്ടിയും മുന്തിരിയും കൂടി ഒരുമിച്ചിട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മുന്തിരി കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ടിട്ടാണ് രണ്ടാമത് നമ്മൾ മുന്തിരി ഇട്ട് റോസ്റ്റ് ചെയ്ത് എടുക്കുന്നത്. ആദ്യം കശുവണ്ടി റോസ്റ്റ് ചെയ്യുന്നതും. സാധാരണ കിസ്മിസ് ഒരു ഗോൾഡൻ യെല്ലോ കളറാണ്. പക്ഷേ ഇത് സീഡ്ലെസ് ആയിട്ടുള്ള ഒരു കറുത്ത കിസ്മിസാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എല്ലാം ഇങ്ങനെ റോസ്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ചേർത്ത് കൊടുത്തു. ഇനി പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് ചേർക്കാം. കണ്ടോ, ആവശ്യത്തിന് കുറുകി നല്ല ഒരുപാട് ടൈറ്റായി കുറുകിയിട്ടില്ല എങ്കിൽ കൂടിയും നമുക്ക് സ്പൂണിൽ കോരി കുടിക്കാൻ പാകത്തിന് തന്നെ ഒരളവിൽ നമുക്ക് പായസം ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ് സേമിയ പായസം. എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം എങ്കിൽ കൂടിയും നമ്മുടെ ചാനലിൻ്റെ കൂടെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. ഇപ്പോൾ ബിഗിനേഴ്സായിട്ട് വരുന്ന കുട്ടികൾ, കുക്കിങ്ങൊക്കെ തുടങ്ങുന്ന കുട്ടികൾക്ക് ഇതൊക്കെ ഒന്ന് പരിചയപ്പെടേണ്ടതുണ്ടാവുമല്ലോ. അപ്പം അവർക്കും കൂടി വേണ്ടിയിട്ടാണ്. എല്ലാവരും നമ്മുടെ ചാനൽ കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും തരാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.